ശ്രീ IC ബാലകൃഷ്ണൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ എതിർക്കുന്നു സർ. സമൂഹത്തിലേറെ പിന്നോക്കം നിൽക്കുന്ന, കഷ്ടത അനുഭവിക്കുന്നതുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവരുടെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരണഘടന പ്രത്യേകം വിഭാവനം ചെയ്തിട്ടുണ്ട് സർ. ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർ. ഈ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2011 അധികാരത്തിൽ വന്നപ്പോൾ 2 വകുപ്പിനും SC ST വകുപ്പുകൾക്ക് 2 മന്ത്രിമാരെ നിയോഗിച്ചത്. അവരാ വകുപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്ത്, മറ്റു വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞത് നല്ല ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടി പറഞ്ഞല്ല സാർ അത്. കാരണം കർണാടക എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട MLA-മാരാ സാർ. സാർ, ഇന്ന് പട്ടികവർഗ വിഭാഗക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയണം സാർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറയുകയുണ്ടായി, 1 രൂപ ഒരു പട്ടികവർഗ കുടുംബത്തിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ 85 പൈസയെങ്കിലും അവരെ കയ്യിലോട്ട് കിട്ടണമെന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുക സാർ. ഉദാഹരണമായിട്ട് ഇന്നത്തെ സാഹചര്യം, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് സാർ, ഭരണഘടനാപരമായിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും സമയബന്ധിതമായി കിട്ടേണ്ട സാർ. ഇന്ന് അതൊന്നും ലഭിക്കാതെ അവരുടെ സ്കോളർഷിപ്പ് പോലും വെട്ടിക്കുറച്ചു. അത് പുനഃസ്ഥാപിക്കണ്ടേ? ആ കുട്ടികൾക്ക് പഠിക്കണ്ടേ? അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണ്ടേ? അത് പുനഃസ്ഥാപിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. അതോടൊപ്പം തന്നെ MRS പോലുള്ള സ്ഥാപനങ്ങൾ സത്യത്തിൽ വീടുകളിൽ പഠിക്കാൻ കഴിയാത്തത് കൊണ്ടും സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ടും ഇത്തരം സ്ഥാപനങ്ങൾ ഒരു സമൂഹത്തെ, താഴെത്തട്ടിലുള്ള പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സാർ MRS പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് സാർ. ഇന്ന് പല സ്ഥാപനങ്ങളും നോക്കൂത്തിയായി നിൽക്കുക. MRS എന്ന് പറഞ്ഞാൽ എന്താ സാർ? അവിടുത്തെ അധ്യാപകർ അവിടെ താമസിച്ച് കുട്ടികളോടൊപ്പം നിന്ന് താമസിച്ച് കുട്ടികളെ പഠിപ്പിച്ച് അവിടെ ആ സാഹചര്യങ്ങളൊക്കെ ഒരുക്കണം. ഇന്ന് 4 മണി കഴിഞ്ഞ് എല്ലാ അധ്യാപകരും വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്, കുട്ടികളൊറ്റയ്ക്ക്, അവിടുത്തെ മറ്റ് സ്റ്റാഫുകളൊക്കെ. ഇതല്ലല്ലോ സാർ നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാട് സാർ. അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. 75,000 കുടുംബങ്ങൾക്കിന്ന് ഭൂമിയില്ലാതെ കേരളത്തിൽ ഇന്ന് വലയുക. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വനാവകാശ നിയമം ഇന്നും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാതെ ഒരു പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയിരിക്കുക സാർ. പരാജയപ്പെട്ടിരിക്കുക. എവിടെയാണ് സാർ കമ്മിറ്റികൾ നടക്കുന്നത്? RDO ലെവലുള്ള കമ്മിറ്റികൾ, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികൾ നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഭൂമി കൊടുത്തിട്ടുണ്ടോ? പരിശോധിക്കപ്പെടണം. വനാവകാശ നിയമം അനുസരിച്ച് എന്നും 5 സെൻറ്റ് ഭൂമിയിൽ നിരവധി വീടുകൾ വെച്ച് താമസിക്കുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4-5 കുടുംബങ്ങൾ താമസിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെത്തിയിരിക്കുക സാർ. ലൈഫ് മിഷൻ പദ്ധതി സാർ, ഒരു പന്തിയിൽ 2 സദ്യ. എന്താ ലൈഫ് മിഷൻ? എന്തിനാ സാർ ഈ പട്ടികവർഗ പദ്ധതി? ഈ ഭരണഘടനാപരമായി ഇതൊരു സബ്പ്ലാൻ പദ്ധതിയാണ് സാർ. ഈ പദ്ധതി ലൈഫ് മിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്താ? ഉന്നതികളിലുള്ള കുടുംബങ്ങൾക്ക് 6 ലക്ഷം സാർ. ഒറ്റയ്ക്ക് എവിടെങ്കിലും മാറി താമസിച്ച പട്ടികവർഗക്കാർ 4 ലക്ഷം. ഒരു പന്തിയിൽ 2 സദ്യയായി മാറ്റിയത് ഈ ഗവൺമെന്റാ സാർ. അവർ ഒറ്റയ്ക്ക് താമസിച്ചാലും പട്ടികവർഗക്കാരനല്ലേ? അവരെ ഇന്ന് അവഗണിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. സാർ, ആംബുലൻസുകളുടെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിലെ ITDP TDO ഓഫീസുകൾ എല്ലാ മേഖലകളിലും ആംബുലൻസ് സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് 15 വർഷം 10 വർഷം കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞ ആംബുലൻസിൻ്റെ സേവനം ലഭിക്കാതെ കേരളത്തിലെ പട്ടികവർഗക്കാർ രോഗികൾ ഇന്ന് വലയുന്ന സാഹചര്യങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക.
സാറേ, പട്ടികവർഗ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ പുരോഗതി, അതിനു വേണ്ടിയാണല്ലോ 10 കോടി രൂപ വാത്സല്യ നിധി പദ്ധതിയിൽ അനുവദിച്ചത്. ഇപ്പം കേൾക്കുന്നു 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. എന്ത് നിലപാടാണ് സാർ അത്? അതാണോ ഒരു ഗവൺമെൻറ് സ്വീകരിക്കേണ്ട മാർഗം? അതാണോ ഒരു ഗവൺമെൻറ് പട്ടികവർഗക്കാരോട് ചെയ്യേണ്ട കാര്യം? സാർ പരിശോധിക്കണ്ടേ? ആ 10 കോടി രൂപ പാവപ്പെട്ട പട്ടികവർഗ വിഭാഗക്കാർക്ക് ലഭിക്കുമ്പോൾ ആ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ സാഹചര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലാതെ അത് കൊടുക്കരുതെന്നുള്ള തീരുമാനമല്ല സാർ. സാർ, തൊഴിൽ പദ്ധതികൾ ഇന്ന് വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസം SC/ST കോർപ്പറേഷൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഉദ്യോഗാർത്ഥികൾ വലയാണ്. UDF ഗവൺമെൻറ് കാലത്ത് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. ആ പദ്ധതികൾ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതൊക്കെ അട്ടിമറിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് സാർ. കാർഷിക മേഖല സാർ, ഇന്ന് കേരളത്തിലെ പട്ടികവർഗ നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി സാർ. സാർ, കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങൾ ഉന്നതികൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി ഭൂമി തരിശായി കിടക്കുക സാർ. അവർക്ക് ആവശ്യമായ കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി, അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കണ്ടേ സാർ? ഇന്ന് പട്ടികവർഗക്കാരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അത് തടയണ്ടേ? ഭരണഘടനാപരമായി തടയണ്ടേ സാർ? അത് തടയാൻ കഴിയുന്നില്ല. അത് കഴിയാതെ ഇന്ന് അവരുടെ ഭൂമി അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അന്യാധീനപ്പെട്ടു പോയി ഭൂമി തിരിച്ചു പിടിക്കണം. അത് സുപ്രീം കോടതി വിധിയുള്ളതാ സാർ. ആ വിധി പോലും അട്ടിമറിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുക സാർ. അതോടൊപ്പം തന്നെ അങ്ങേക്കറിയാവുന്ന കാര്യമാണ് സാർ. സാർ, പാലക്കാട് ഈ സ്കോളർഷിപ്പും ഗ്രാൻറ്റും ഒക്കെ സമയം കൊടുക്കേണ്ടതുണ്ട് സാർ. കൊടുത്ത തുക സാർ, പാലക്കാട് അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ SC/ST OBC അവർ കൊടുത്ത ഗ്രാൻറ്റ്, അവിടുത്തെ സ്റ്റാഫിൻ്റെ പേര്, ക്ലർക്കിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയായിരിക്കും. അവിടെ അഴിമതി ഉണ്ടായിട്ടുണ്ട് സാർ. അവിടെ KSU SFI ഒക്കെ സമരത്തിലാണ് സാർ. കാരണം ആ ക്ലർക്ക് ചെയ്തെന്താണ്? അതല്ലേ അഴിമതി. ഈ പാവപ്പെട്ടവർ കൊടുക്കുന്ന ഗ്രാൻറ്റ് ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ആ തുക തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ എത്ര നിറീകെട്ട ഒരു അഴിമതിയാണ് സാർ അത്. ആ പാവപ്പെട്ട കുട്ടികളോട് വിദ്യാർത്ഥികളോട് അവർ സമരത്തിലാണ്. SFIന്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു, KSU സമരത്തിലായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കണ്ട സാർ? ഇതൊന്നും അന്വേഷിക്കാതെ മുന്നോട്ട് പോകുക സാർ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. എല്ലാ ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലത്തിലും SC/ST വിഭാഗങ്ങളുണ്ട് സാർ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് സാർ. ജനപ്രതിനിധികൾ ഫോൺ വിളിച്ചാൽ, അവരൊന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ കഴിയാത്തൊരു സാഹചര്യമുള്ള ഏക സംസ്ഥാനമായി കേരളം മാറിയിരിക്കുക. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല, തിരിച്ചു വിളിക്കത്തില്ല, കാര്യങ്ങൾ അന്വേഷിക്കത്തില്ല. ഈ നിലപാടുകളാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് സാർ. അതുകൊണ്ട് ഈ വകുപ്പിൽ കാതലായ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് സാർ. ജലസേചന വകുപ്പുമായി 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയ സാർ. സാർ, എൻ്റെ നിയോജക മണ്ഡലം കർണാടക ബോർഡറിലാണ് സാർ. മുള്ളംകൊല്ലി, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിൽ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. പല പദ്ധതികളും പണി കഴിഞ്ഞ് കിടക്കുക, കമ്മീഷൻ ചെയ്യാൻ കഴിയുന്നില്ല. പല പദ്ധതിക്കും പണം അനുവദിച്ചു, അതിന് ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്ത് ടെൻഡർ നടപടിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് സാർ. സാർ, അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ തള്ളിപ്പറയുന്നത്. ഇന്ന് ആശാ വർക്കർമാർ, അതോടൊപ്പം തന്നെ അംഗൻവാടി വർക്കർമാരൊക്കെ സമരത്തിലാണ്. അവരൊക്കെ സമരത്തിൽ വന്നു കഴിഞ്ഞാൽ സാർ ഗ്രാമം ഉറങ്ങി സാർ. ഗ്രാമം ഉറങ്ങിക്കിടക്കാൻ അവരൊക്കെ ഇവിടെ സമരത്തിലാണ്. കാരണം അംഗൻവാടി എന്ന് പറഞ്ഞാൽ എന്താ സാർ? ഇന്ദിരാ പ്രിയദർശിനി കണ്ട സ്വപ്നം സാർ. 20 കർമ്മപരിപാടിയിൽ കൊണ്ടുവന്ന അംഗൻവാടി പദ്ധതി അവിടുത്തെ ഗർഭിണിയായ സഹോദരിമാർക്ക്, വൃദ്ധരായ മാതാപിതാക്കൾക്ക്, പിറന്നു വീഴുന്ന കുട്ടിക്ക് പോഷകാഹാരം കൊടുക്കേണ്ട ആ സ്ഥാപനം പോലും അടച്ചിടേണ്ട ഗതികളിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചു. എത്തിച്ചിരിക്കുക സാർ. അതുകൊണ്ട് തന്നെയാണ് സാർ ഞങ്ങൾ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നത്.
ഈ ധനാവിൽ എതിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ